നമ്മൾ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ടാവും. അതിൽ ചിലത് നമ്മളൊരിക്കലും വിജയിക്കില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം മീൻപിടുത്തം ഞാൻ ഒരുപാട് ട്രൈ ചെയ്യും, ഒരിക്കലും കിട്ടത്തില്ല. അത് എൻ്റെ ഒരു വീക്ക്നെസ്സുമാണ്. മീൻ കിട്ടൂലെങ്കിലും എവിടെ പോയാലും അവിടുത്തെ പ്രകൃതിയുടെ മനോഹാരിത ഒപ്പിയെടുക്കും. അതും എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. അതുകൊണ്ട് തന്നെ എവിടെ പോയാലും മീൻ കിട്ടിയില്ലെങ്കിലും അവിടുത്തെ നല്ല നല്ല കാഴ്ചകൾ എൻ്റെ ക്യാമറയിൽ പകർന്നിട്ടുണ്ടാകും. അതന്നെ വലിയൊരു വിജയമല്ലേ. ഇന്നത്തെ യാത്ര ചെന്നെത്തിയത് മുണ്ടേരി കടവിലാണ്. ചെറിയൊരു കട്ട് റോഡിൻ്റെ ഇരുവശത്തുമായി പരന്ന് കിടക്കുന്ന നീർത്തട്ട്. അത് കണ്ടിരിക്കാൻ തന്നെ എന്തൊരു രസമാണ്. നമ്മൾ മീൻ പിടിച്ച് തേപ്പാകുമ്പോൾ ഒരു മീൻ തിന്നില്ലേ, ഇതന്നെ അവസ്ഥ. മീൻ പിടിക്കാൻ പോവാ, ഒന്നും കിട്ടാണ്ടെങ്കിൽ വരിക. മീനാ ഏടുന്ന് അതിന്റെ ഇപ്പൊ കാട്ടാൻപാടിന്ന് മീൻ പിടിച്ചോണ്ടിട്ടുണ്ട്. അതിന്റെ ഇപ്പൊ നമ്മളെപ്പോഴും വന്നിട്ടില്ലല്ലോ മീൻ പിടിക്കാന്. അതെയാ, എന്താ മീന്? ചെമ്പല്ലി കിട്ടിയെന്ന്. ഏടുള്ള മീൻ എടുത്തോ? അതെയാ, വാ നമുക്ക് മീൻ കാണാൻ പോലെ. എന്താ ഉള്ളത് നോക്കാലോ. മീനെടുത്തു പുറത്തോടെ. ആ ഓക്കെ, പുറത്തു പോയി നോക്കാം. വാ, ചെമ്പല്ലി അല്ലേ? ചെമ്പല്ലി, ചൂണ്ടയിൽ കുടുങ്ങിയ ചെമ്പല്ലി. നോക്കിയാ ഏതാ സാധനം. അപ്പൊ ഗൈസ്, അടിപൊളി 2 ചെമ്പല്ലി ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇതെന്താ ചെയ്യണ്ടേ നമ്മള്? അൽഫാമാക്ക അല്ലേ? അപ്പൊ നമ്മളിത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് മസാല വെത്തി വെക്കട്ടെ. ഓക്കെ, നമ്മൾ അളിയൻ മൂപ്പർ പിടിച്ച മീനാ മോനെ. എന്താ കിടപ്പ്, കിടക്കണ കിടപ്പ് കണ്ട പടക്കണ മീന്. നല്ല മഴ പെയ്യാണല്ലോ, അപ്പൊ നമുക്ക് ക്ലീനിങ് ഉള്ളിൽ നിന്നാക്കാം. നല്ല മഴയാണ്, അത് നമ്മൾ പരിപാടി മൊത്തം ഉള്ളിൽ നിന്ന് അയക്കാം കേട്ടോ. ഇത് എമ്മാതിരി മഴയാ. അപ്പൊ ഇതെങ്ങനെ അൽഫാമാക്കാന്നറിയില്ല, കുട്ടികൾ അൽഫാമാക്കാനാ പറഞ്ഞത്. നമ്മൾ ചെമ്പല്ലി ക്ലീൻ ചെയ്യാൻ പോവാണ്. ചെമ്പല്ലി ക്ലീനിങ് ഒന്നൊന്നര സംഭവമാണ്. ഇതിൽ ഫുള്ള് ഈ ഒരു ചെതുമ്പലുണ്ട്. ഈ ചെതുമ്പൽ മൊത്തം എടുത്തിട്ട് കളയണം, മൊത്തം ചിരണ്ടി കളയണം. പിന്നെ ഈ ഒരു പീസ് സംഭവങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയണം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യത്തേത് തുടങ്ങുവാണ്. എത്ര സമയം എടുക്കുന്ന ഒരു ഐഡിയ ഇല്ല, നമുക്ക് തുടങ്ങിയിട്ട് നോക്കാം. ഞാൻ ആദ്യമായിട്ട് ചെമ്പല്ലിയുടെ ചെതുമ്പൽ ക്ലീനിങ്ങും ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ മുളികൾ അവസാനം എടുത്ത പരിപാടിയാണ്. ചോപ്പറുണ്ടല്ലോ, ചോപ്പർ എടുത്തിട്ട് പിന്നെ മുളിയൊക്കെ കളഞ്ഞു തീർത്ത് കഴിഞ്ഞു. ഇനി വേറൊരു സംഭവം ഇതാ, ഇത് കണ്ടോ, ഇതിന്റെ ചൂണ്ട കുടുങ്ങിയ ഭാഗം ഇത്. നമ്മൾ ഈ ചൂണ്ട എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, കാരണം ഇതിനുള്ളിലുണ്ടോ, ഇതിനുള്ളിലാണ് ഇതിന്റെ ചൂണ്ടന്റെ കുളത്തുള്ളത്. അത് നമ്മൾ മുറിക്കുമ്പോൾ എല്ലാം ചിലപ്പോൾ പിന്നെ കൈ മുറിയാൻ സാധ്യതയുണ്ട്. ഇനി ഇത് എടുക്കാണ്ട് നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ കഴിക്കുമ്പം ചിലപ്പോൾ പണി പാടെന്ന് പറഞ്ഞാൽ എമ്മാതിരി പണിയാവും. അപ്പോൾ അത് എടുത്തു കളയണം. മീൻ പിടിച്ചു കഴിഞ്ഞാൽ മീൻ കുളത്ത് അങ്ങ് ഇറക്കി കഴിഞ്ഞാൽ നമുക്കിത് പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചൂണ്ട കട്ട് ചെയ്തിട്ടാണ് മീനിനെ എടുക്കും. അതുകൊണ്ടാണ് ഈ ഒരു അവസ്ഥ വരുന്നത്. നമുക്കത് എടുക്കാം ഏതായാലും. ഓക്കെ, ഇതാണ് കുളത്ത്. നമ്മളിതെപ്പോൾ ശ്രദ്ധിക്കണം, ചൂണ്ടയിലുള്ള ഈ കുളത്ത് എടുത്തിട്ടേ നമ്മൾ ക്ലീനിങ് പൂർത്തിയാക്കാൻ പാടുള്ളൂ.
ഇതിനെ നമ്മൾ കഴുകാനുള്ള സെറ്റപ്പാണ്. ഇനി നമ്മൾ ഒഴുക്ക് വെള്ളം പാരിയിട്ട് നമ്മൾ എന്താ വെച്ചാൽ പിന്നെ ഒരു അരിപ്പ തട്ടിലേക്ക് മാറ്റും. വെള്ളം നൂറിയിട്ട് മസാല വെട്ടാനുള്ള പരിപാടിയാണ്. ഓക്കെ, ഈ പൂച്ച കുറേ സമയമായി നമ്മൾ മീൻ മുറിക്കുന്ന നോക്കി നിൽക്കുന്നത്. അപ്പോൾ അതിനെന്തെങ്കിലും കൊടുക്കണ്ടേ? ഇതിൻ്റെ വേസ്റ്റ് നമ്മളെടുത്തിട്ട് പൂച്ചക്ക് കൊടുക്കാനുള്ള പരിപാടിയാണ്. പൂച്ചക്ക് തിന്നാൻ കൊടുത്തിട്ട് ഞാൻ പെരക്കെത്തുമ്പോഴത്തേക്ക് മീൻ ചറ പറന്ന് വരടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മസാല വറ്റാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതിനുള്ള കൂട്ടുകൾ ഇവിടെ ഉണ്ട്. ഇതിൽ പച്ച മസാലയാണ്. തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ പച്ചമുളക്, ക്യാപ്സിക്കം, ഉള്ളി. ഇത് നമ്മൾ ആദ്യം വെളിച്ചെണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുക്കണം. അത് വഴറ്റിയെടുക്കണം. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ കടുക് ചേർക്കുന്നു. ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. കറിവേപ്പില വെളിച്ചെണ്ണ ഇത് മാറ്റി ഊറ്റണം. ഓക്കെ, അതിനുശേഷം കുറച്ച് സമയം ആറാൻ വെക്കണം. നമ്മളിപ്പോൾ വഴറ്റിയ സാധനം ഈ ജാറിലേക്ക് ഇട്ട് അരച്ചെടുക്കണം കേട്ടോ. ഇനി ഇതിൽ 2-3 കാര്യങ്ങൾ കൂടെ ചേർക്കാനുണ്ട്. എന്താണ് നമുക്ക് കാണിച്ചു തരാം. ലൈമും വറ്റൽമുളകും. ഇതിലെ വറ്റൽമുളക് നമ്മൾ കുതിർത്തി വെച്ചതാണ്. ഇതിൽ കുറച്ച് മല്ലിയില ഞാൻ ചേർക്കുന്നുണ്ട്. ഞാൻ നേരത്തെ ചേർക്കാൻ മറന്നുപോയ സാധനമാണ്. ഇത് ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഓക്കെ, ഇതും കൂടി ഇട്ട് നനക്കാം. പിന്നെ നമ്മൾ കുറച്ച് ഉപ്പിടുക, മല്ലിപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, കാശ്മീരി പൊടി കേട്ടാ, കാശ്മീരി പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. ഇന്ന് കുഴച്ച് നന്നായി കുഴച്ച് മസാലയുടെ പരുവാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ മീൻ കട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ നമ്മൾ പങ്ങന്മാർ അടിപൊളിയായിട്ട് കട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇനി മസാല വെട്ടുന്ന പരിപാടിയാണ്. മസാല പറ്റിയിട്ട് വാഴയിൽ പൊടിഞ്ഞിട്ടാണ് പൊലിച്ച്. ഇനി നമ്മൾ നേരത്തെ പച്ചമസാല വഴറ്റിയ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായി പുരട്ടുക. അപ്പോൾ നമ്മൾ മസാല പുരട്ടിയ സാധനം കൊണ്ട് നമ്മൾ പോവാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളെ ചോട്ടൂസ് എല്ലാം വെയിറ്റ് ചെയ്യാം. എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? ഫിഷ് ഗ്രില്ലാക്കാൻ വേണ്ടിട്ടാ. മസാല പുരട്ടി തരാ. ആഹാ, ഉപ്പ. അതൊന്നും കാണുന്നില്ല പോയി. ആ ശരിയാ.
നമ്മളെ മസാല വരട്ടി മീൻ ഏകദേശം മാരിനേഷൻ കഴിഞ്ഞിട്ടുണ്ട്. മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. ചുട്ടെടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ പുറത്ത് നല്ല മഴയായതുകൊണ്ട് ഇവിടെ നമ്മളൊരു ചിമ്മണി അടുത്തുണ്ട്. അതിനകത്ത് നമ്മൾ കാനിലിട്ടിട്ട് അതിലാണ് ചുട്ടെടുക്കുന്നത്. ഗ്രില്ല് ചെയ്തെടുക്കാനുള്ള പരിപാടിയാണ്. കർപ്പൂരം എടുത്തിട്ട് കത്തിക്കാനുള്ള പരിപാടിയാണ്. ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ നമ്മൾ അടുത്ത് തന്നെ നിൽക്കണം. കാരണം എന്താ വെച്ചാൽ ആ ചൂട് തട്ടുന്ന രീതിയിൽ നമ്മൾ മാറ്റി മാറ്റി കളിക്കും. ഓക്കെ, അപ്പോൾ നമ്മള് ഫിഷ് ഗ്രിൽ റെഡി ആയിട്ടുണ്ട്. വേവലെ നോക്കാം, അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാം. ഓക്കെ, ഇത് മേച്ചപ്പുറത്ത് കൊണ്ടുവച്ചിട്ട് നമുക്ക് റിവ്യൂ നോക്കാം. എന്താ പറയുന്ന നോക്കാലോ. സൂപ്പർ. അപ്പൊ ഇന്നത്തെ ഈ ഡെലിഷ്യസ് ചെമ്പല്ലിയുടെ കംപ്ലീറ്റ് ഓണർ നമ്മുടെ പിയാപ്പിള. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ റിവ്യൂ നോക്കട്ടെ. നമ്മൾ കുക്ക് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയട്ടെ. സ്ഥലമല്ലോ. ഓക്കെ, സൂപ്പർ. ചെമ്പല്ലി കഴിച്ചാക്കറിയാം. മസാല നന്നായി പിടിച്ചിട്ടുണ്ടെങ്കിൽ സാധനം അടിപൊളി സോഫ്റ്റ് ആൻഡ് ടേസ്റ്റിയാണ്. എങ്ങനെയുണ്ട് സാധനം? എങ്ങനെയുണ്ട്? സൂപ്പർ സൂപ്പർ. മോനെ നിങ്ങൾ ഞാനാക്കും. സൂപ്പർ. മസാല ടേസ്റ്റ് ആണോ മീനിന്റെ ടേസ്റ്റ് ആണോ? അടിപൊളി, ഒന്നും പറയാനില്ല. മുള്ളു മാത്രം ബാക്കിയുണ്ട്. ഇതിന്റെ തല പോലും ബാക്കിയില്ല. മൊത്തം തീർത്തേക്കും.